ഇടുന്നത്? ഇന്നലെ പിച്ചിക്കൊണ്ടുവന്ന പുളിഞ്ചിക്ക് എവിടെ ഇരിക്കുന്നു. അപ്പൊ നമുക്ക് അപ്പയെ കൊണ്ടത് അച്ചാറിടിപ്പിക്കാം. പച്ചി, ഇന്നലെ പിച്ചിക്കൊണ്ടുവന്ന പുളിഞ്ചിക്ക് അച്ചാറിട്ടാലോ? ഇതാണ് പുളിഞ്ചിക്ക അഥവാ എലുമ്പിക്ക. ഇതിന്റെ തലയും വാലും കട്ട് ചെയ്തൊന്ന് പച്ചവെള്ളത്തിയിട്ട് കഴുകിയതിനു ശേഷം ചൂടുവെള്ളത്തിൽ ഇട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അത് ചൂടുവെള്ളത്തിൽ കിടന്നൊന്ന് പകുതി വേവുന്ന സമയം കൊണ്ട് വെളുത്തുള്ളിയും തെളിച്ച് ഇഞ്ചിയും ചിരണ്ടിയതിനു ശേഷം അത് കുനുകുനാന്നരിയണം. വെളുത്തുള്ളി, പച്ചമുളക്, വറ്റൽമുളക്, ഇഞ്ചി, കറിവേപ്പില, കടുക്, കായപ്പൊടി, മുളക് പൊടി, ഉലുവപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് എന്നിവയെല്ലാം എടുത്തു വെച്ചതിന് ശേഷം പകുതി വെന്ത പുളിഞ്ചിക്ക വെള്ളം തോരാൻ വെച്ചതിന് ശേഷം ചെറുതായി കുനുകുന അരിയണം പുളിഞ്ചിക്ക. അതിനുശേഷം പരിപാടി തുടങ്ങുന്നത് ഗ്യാസ് കത്തിച്ച് അച്ചാറുണ്ടാക്കാനുള്ള പാത്രം വെച്ച് ചൂടാക്കിയതിന് ശേഷം എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടായതിനു ശേഷം കടുക് ഇടുക. കടുകെല്ലാം ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും അതിലേക്ക് പച്ചമുളക് ഇടുക. പച്ചമുളക് ഇട്ടതിന് ശേഷം കുറച്ച് കഴിഞ്ഞ് അതിലേക്ക് ഇഞ്ചി ഇടുക. ഇഞ്ചി ഇട്ടതിന് ശേഷം കുറച്ചൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് വറ്റൽമുളക്, കറിവേപ്പില, വെളുത്തുള്ളി ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പച്ചി പുളിഞ്ചിക്ക് എടുത്ത് തട്ടട്ടെ? ഇപ്പോഴാണ് ഇടുന്നത്. മുളക് പൊടി, കായപ്പൊടി, ഉപ്പ്, ഉലുവ ഒക്കെ ഇട്ടതിന് ശേഷമാണ് അത് ഇടുന്നത്. അപ്പച്ചി പറഞ്ഞ പോലെ ആദ്യം തന്നെ മഞ്ഞപ്പൊടി ഇട്ട്, കായപ്പൊടി ഇട്ട്, മുളക് പൊടി ഇട്ട്, അതിനുശേഷം ഉലുവാപ്പൊടിയും ഇട്ടതിന് ശേഷം നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. എന്നിട്ട് അതിലേക്ക് പുളിഞ്ചിക്ക ഇട്ടതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് ഇട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കുക. അതിൻ്റെ അകത്തേക്ക് നമ്മൾ കുറച്ച് വിനാഗിരിയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. പുളിഞ്ചിക്കല്ല അപ്പച്ചി അച്ചാറിട്ടതിന് ശേഷം ഞാനും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി. സംഭവം അടിപൊളിയാണ്.